സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്തിട്ട് ഇല്ലാത്ത ഒരു വിധിയും ഈ മദ്ഹബിൽ കടന്നുകൂടാൻ ഇടവരാതെ, അടിസ്ഥാനത്തിന് വിരുദ്ധമായ ഒരു ശൈലിയും ഈ മദ്ഹബിൽ കടന്നുകൂടാൻ ഇടകൊടുക്കാതെ സമ്മതിക്കാതെ, ആവശ്യവും തോന്നുന്ന ഘട്ടങ്ങളിൽ മുഴുവൻ ഖണ്ഡിതമായി ജാഗ്രത പാലിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെ കാത്തുസൂക്ഷിച്ച ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു. നമ്മുടെ ആ ഇമാമുകൾ എത്ര കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ പഠിച്ചത്. മിൻഹാജ് എന്ന കിതാബ് മഹാനർ മനഃപ്പാഠമാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് 15ാമത്തെ വയസ്സിൽ ജാമിഉൽ അസ്ഹറിൽ കൊണ്ടുപോയാക്കുമ്പോഴാണ്. കുഞ്ഞുകാലത്ത് തന്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം മഹാനരേൽപ്പിച്ച നിരക്ക് തന്റെ ഗുരുവര്യന്മാർ ഏറ്റെടുത്തുകൊണ്ടാണ് ഇമാം ഇബ്നു ഹജർ തങ്ങളവർകളെ ജാമിഉൽ അസ്ഹറിൽ എത്തിച്ചത്. മഹാനർ പറയുന്നു, ആ ജാമിഉൽ അസ്ഹറിലെ എന്റെ ജീവിതത്തിനിടയിൽ ഞാൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ എത്രയോ ആണ്. 4 വർഷം ഭക്ഷണം കിട്ടുമ്പോൾ ഇറച്ചി ഒന്ന് കണ്ണാക്കി കല്ലുകൊണ്ട് കടിക്കാൻ കൊതിച്ചിട്ട് ഞാൻ 4 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇറച്ചി ഒന്ന് കടിക്കാൻ. 4 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു വിളിയുണ്ടായി, ഒരു ഭക്ഷണത്തിന് വിളി, സദ്യക്ക് വിളി. ആ സദ്യക്ക് വേണ്ടി ചെന്നപ്പോഴോ അടുപ്പത്തി ഇറച്ചി വേവിക്കുകയാണ്. ചുട്ടെടുക്കുക, അറബികളല്ലേ, ഈജിപ്തിലല്ലേ, ചുട്ടെടുക്കുകയാണ്. ചുട്ടെടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഇരുന്നപ്പോൾ രാത്രി വെളുത്തുപോയി. രാത്രി വെളുത്തുപോയിട്ട് കൊണ്ടുവന്നു ഇറച്ചി ഇവിടെ കഷ്ണം. കൊണ്ടുവന്നപ്പോൾ ഫഹുവയാബിസുൻ, അത് കടിച്ചാൽ പറ്റാത്ത വിധം പണ്ട് തീ മേൽ വെക്കുമ്പോൾ എങ്ങനെ അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് അതും തിന്നാൻ പറ്റിയില്ല. 4 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കഷ്ണം ഇറച്ചി കിട്ടിയപ്പോൾ പല്ലുകൊണ്ട് കടിക്കാൻ പറ്റാത്ത അതും ഒഴിവാക്കേണ്ടി വന്ന പട്ടിണി കടന്നിട്ടാ ഞാൻ പഠിച്ചത്. അതൊക്കെ കടക്കാം. അതിലേറെ എന്നെ സങ്കടപ്പെടുത്തിയത് എന്റെ സമകാലീനരായ ആളുകളിൽ ചിലർ ചെയ്ത ശല്യമായിരുന്നു. ആ ശല്യം വല്ലാത്ത ശല്യമായിരുന്നു. അക്കൂട്ടത്തിൽ നിന്നും എന്നെ ശല്യപ്പെടുത്തിയ 2 മഹാന്മാരെ എന്റെ ശൈഖ് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കൊണ്ടുപോയി എന്റെ നേരെ ഗുരുവര്യരായി ജാമിഉൽ അസ്ഹറിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ചു തരുന്ന ശൈഖ് ഇബ്നു അബ്ദുൽ ഹമായിൽ എന്ന് പറയുന്ന മഹാൻ അഹ്മദുൽ ബദവി തങ്ങളുടെ മുൻപാകെ ഹാജരാക്കിയിട്ട് അടിച്ച് ശരിപ്പെടുത്തുകയും എന്നെ മർദ്ദിച്ചതിന് പകരം ജേദ്യം ചെയ്യുകയും ഞാൻ ഒരു കിനാവിലൂടെ കണ്ടപ്പോഴാണ് എനിക്കെന്റെ മനസ്സിൽ സമാധാനം വന്നത്. ഈ കഷ്ടപ്പാടിന് പകരമുണ്ട്. എന്റെ അഹ്മദുൽ ബദവി ഇത് കാണുന്നുണ്ട്. എന്റെ ശൈഖ് അവരെ പീഡിപ്പിക്കും, ആഖിറത്തിൽ ഇതിനെതിരെ ചോദ്യം വരും എന്നെനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഒരൽപ്പം സമാധാനമായി. ഇത്ര വലിയ പീഡനത്തോടുകൂടെയാണ് ജാമിഉൽ അസ്ഹറിൽ ഞാൻ കഴിഞ്ഞതെന്ന് പഠനകാലത്തെ കുറിച്ച് പറഞ്ഞ ഇബ്നു ഹജറിൽ ഹൈതമി. രോഗങ്ങളെത്രയാണ്. രോഗമൊരാൾക്കും എഴുതാതെ തന്റെ ആത്മസുഹൃത്തിനിക്ക് അദ്ദേഹം എഴുതിയ കത്തിലുള്ളത്. രോഗത്തോട് രോഗങ്ങൾ ധാരാളം എനിക്കുണ്ട്, അങ്ങ് ദുആ ചെയ്യണം. അതിലേറ്റവും ലളിതമായത് എന്റെ അർശത്തിന്റെ രോഗമാണ്. പുറത്ത് ചാടിയിട്ട് രക്തം വന്നിട്ട് നിൽക്കാൻ വയ്യ. മൂലക്കുരുവിന്റെ ഈ രോഗം. ഇതിനപ്പുറം എത്രയോ വലിയ രോഗങ്ങൾ എനിക്കുണ്ട്. ദുആ ചെയ്യണോ? ഇത്ര രോഗങ്ങൾ പെട്ട മഹാൻ. ആ മഹായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇത്ര കഷ്ടപ്പെട്ട് മിൻഹാജ് മനഃപ്പാഠമാക്കി എഴുതിയ എത്ര മുഹ്താജ, ഹിദയത്തുൽ മുഹ്താജ്, ബുൽഗത്തുൽ മുഹ്താജ്, ഖൂത്തുൽ മുഹ്താജ്, കാസുൽ മുഹ്താജ്, 1 ഡസനിലധികം ശറഹുകൾ ഇമാം നാദിർ റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജിനെ, സഖഫി ഇമാമിനെ, ഇമാം മസ്നവി ഇമാമിനെ, ഇബ്നു ശുഹ്ബക്ക് ഇമാമുകൾക്ക്, പെരുത്ത് ഇമാമുകൾക്ക് ശറഹുണ്ട്. ബാബുൽസീനി തങ്ങളവർക്ക്, ഇബ്നു ഖാസിം തങ്ങളവർക്ക് ഇങ്ങനെയുള്ള ശറഹുകളുടെ കൂട്ടത്തിൽ മിൻഹാജിന്റെ ശറഹിൽ തുഹ്ഫത്തുൽ മുഹ്താജ് ജ്വലിച്ചു നിൽക്കുന്നതും ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ അക്ഷീണമുള്ള പ്രയാസം സഹിച്ചുകൊണ്ട് ദീനിനു വേണ്ടി ഉരിഞ്ഞു വെച്ച ജീവിതം കൊണ്ടാണ്. 64 or 65 വയസ്സോ താൻ ജീവിച്ച ആ ജീവിതകാലത്തിനിടയ്ക്ക് തന്റെ കിതാബുകളിൽ ആവർത്തി വായിക്കുന്നവനറിയാം എന്തെല്ലാം രൂപങ്ങൾ, ഏതെല്ലാം തരം ചിന്തകൾ മഹാനരെ സ്വാധീനിച്ചിരുന്നു.